ആക്ഷ്യന്ത് ഭീരുക്കളാണ് പ്രണയിക്കുന്നത്. ധൈര്യശാലികൾ വിവാഹം കഴിച്ച് സാഹസിക ജീവിതം നയിക്കും. ഒന്നിച്ചിരിച്ച് ശുഷ് അങ്ങനെയല്ല ഇങ്ങനെ. അന്ന് ഞാൻ നസീർ സാറിനെ കൂട്ട് 650 പടത്തിലൊന്നും അഭിനയിച്ചിട്ടില്ല. ആകെ 27 പടത്തിലാണ് അഭിനയിച്ചത്. ഇന്ന് ഞാൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ തന്നെ ആയിരിക്കുമായിരുന്നു സൂപ്പർ സ്റ്റാർ. പേഴ്സണലായിട്ട് പറയാം, ഒരു കല്യാണ വീട്ടിൽ ഇങ്ങനെ ഒന്നും കാണിക്കരുത്. ഇതൊന്നും ശരിയല്ല. പെണ്ണിൻ്റെ അച്ഛൻ ഇങ്ങനെ പച്ചയായിട്ട് നിൽക്കുമ്പോൾ ഇങ്ങനെയൊന്നും കാണിക്കരുത്. എടാ അച്ചുവേ, ഒരെണ്ണം ഇങ്ങോട്ട് ഒഴിക്കടാ. ദേടാ തലയിൽ സാരിയും ചെറ്റിക്കേണ്ട ഒരാൾ വരുന്നു. നിന്റെ അച്ഛന്റെ കോടാരൊന്നും അല്ലല്ലോടാ കോപ്പേ ചക്കയുടെ തലയിൽ ചുറ്റിയിരിക്കുന്നത്. ചക്കള് പഞ്ചാബികൾക്ക് മലയാളം അറിയാടാ. ആശാന്റെ താലെ ഒരു കവിത ചൊല്ലാൻ പോടാ കോപ്പേ. ഓ പിന്നെ പട്ടിയോട്ട് സൂക്ഷിക്കൂ എന്ന് ബോർഡ് വെക്കുന്നത് പോലെ കുട്ടിയോട്ട് സൂക്ഷിക്കൂ എന്നൊരു ബോർഡ് കൂടി വെച്ചിരുന്നെങ്കിൽ എനിക്ക് മുണ്ട് മുടക്കിട്ട് പോയപ്പോൾ കുളത്തിച്ച് ആരുണ്ടാവായിരുന്നു. എവിടെ നീ ഒരു സൂത്രശാലിയ കുറുക്കനാണ്. ചാത്തന്മാർ നിന്നെ ഇവിടെ വരുത്തും. അപേക്ഷയുടെ ഭാവമായി വന്നിരിക്കുവാണല്ലേ. നീണ്ട ഗതി വട്ടപ്പൂജം. എനിക്ക് പ്രായമായതും ഓർമ്മ പോയതും പി.ടി. തോമസ് മരണപ്പെട്ടതുമാണ് പിണറായിക്ക് വളമായത്. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഏകനാണ്. പണ്ഡിതനായിരുന്നിൽ ഇനി ഞാൻ മാത്രമുള്ള പട്ടികളെ. എനിക്ക് ഞാൻ സ്വന്തം. എന്റെ പേര് മധു. ചിലനം മധു. എന്നെ മനസ്സിലാക്കാൻ, എൻ്റെ ധനം മനസ്സിലാക്കാൻ ഇവിടെ ആരുമില്ല. ഈ മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ നടിമാരെ കൊണ്ടുവന്നത് ഈ ഞാനാണ്. എൻ്റെ അമ്മയാണ് സത്യം. വരണം വരണം ഇരിക്കണം. അമ്പടികളി നീയും പണി പറ്റിച്ചു. ഞാനില്ലെങ്കിൽ എന്താ? എൻ്റെ 2 മക്കളും ഇന്ന് സിനിമയിലുണ്ട്. ഇന്ദ്രജിത്തും പൃഥ്വിരാജും. പൃഥ്വിരാജ് എന്നും കാണും മലയാള സിനിമയിൽ. നിന്റെ ചിരി മൂന്ന കണ്ടന്റെ നഞ്ചലോറും പള്ള അന്നക്കിള് നീ അന്നില വണ്ണക്കന വേറെ വന്നു. അമ്പിക്കടവത്തൊരമ്പിളിക്കൊമ്പത്ത് കള്ളിക്കുളാനെ പാട് ഉള്ളിൽ ചിരി തോക്കും പൊന്ന. എന്താ പൊന്നു കൂത്ത് 10 എപ്പിസോഡ് ഒന്നിനും നമ്പാൻ കൊള്ളുക. സ്റ്റീഫൻ പറഞ്ഞ എൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ഒന്നുമില്ല. എന്തിനൊരു മര്യാദ വേണ്ട. എന്താണ് പറയാൻ മറക്കേണ്ടത്? പറയണ വക്കീലെ പറയാം. ഈ പിന്നെ മഹാലക്ഷ്മി ഈ മുറ്റത്ത് കിടന്ന് പറഞ്ഞാണോ മരിച്ചത്? പറയണോ പറയാം. എൻ്റെ ബലരാമെങ്കിലും കഴിച്ചിട്ടില്ല, സ്വാമിനാഥൻ എങ്ങനെ കഴിച്ചിട്ടില്ല. പറയണോ. എന്തുണ്ടടി സ്വന്തം എന്ന് പറയാൻ? ഉണ്ടാക്കിയ തന്തയ്ക്കോ വേണ്ട തള്ള ഒരു പേരിന് പോലും ബാക്കിയില്ല. എത്ര മുറുക്കി കുത്തിയാലും എന്നാലും ഒരാണിൻ്റെ കൈ കൊണ്ട് നിന്റെയും മടിക്കുത്തഴിയും. ഞാൻ പറയണത് പോലെ കേട്ടാ നിനക്ക് പൊന്നു പണം. എൻ്റെ കശവണ്ടിയും കശമാങ്ങ എടുത്ത് വൈറലാക്കിയ മാന്യന്മാരോട് എനിക്കൊന്നേ പറയാനുള്ളൂ. ഇപ്പം നടക്കുന്നതിനൊന്നും ഞാനല്ല മോട്ടീവ്. MDMAയുടെയും വയലൻസ് പടങ്ങളുടെയും ഒഴുക്കാണ് അതിന് കാരണം. മനസ്സിലായോ? ഏകദേശം രാത്രി ഒരു 1:30 ആയിട്ടുണ്ടാവും. തിരുമലദേവ നമ്മളുടെ വീട്ടിൽ ഒരു കള്ളൻ കയറാൻ കൊടുത്തു. അവൻ നമ്മളെ സൂക്കേസും എടുത്തുകൊണ്ട് കടന്നു കളഞ്ഞു. മണ്ടൻ തിരുമണ്ടൻ. അവൻ ഇങ്ങനെ തുറക്കും താക്കോൽ നമ്മളുടെ കയ്യിലല്ലേ. ആദിത്തമ്പുരാനായി മലയാള സിനിമയിൽ കൊടക്കമ്പി പോലെ ഇരിക്കണ ഞാനും മേടിച്ച അവാർഡ്. ബോഡി മസലും ഹൈറ്റും വെയിറ്റും ഒന്നും വേണ്ട, അഭിനയിക്കാനുള്ള കഴിവ് അത് ആരാ ഉദാ. മഹേശ്വരി വാതിൽ തുറക്കൂ. എന്താ ചേട്ടാ ആ സമയത്ത്? വെറുതെ ഒന്ന് ബിലസംഗം ചെയ്യാൻ. ഞാനൊരു വികാരി ജീവിയാണ്. ഞാൻ പറയുന്നത് പോലെ നീ കേട്ടു. ഇല്ലെങ്കിൽ വാതിൽ എടോ സിബി, എനിക്കിവിടെ മാത്രമല്ലടോ, ഡൽഹിയിലുണ്ടാ പിടി. മനെ ഫെഡറിക്കേ എന്തു വടത്തേക്കേ ഇറങ്ങി പാടാ. ഇത്രയും മൃദുലമായ ഒരു സൗണ്ട് മലയാള സിനിമയിൽ ഒരു നടനും കാഴ്ചവെച്ചിട്ടില്ല. അന്നും ഇന്നും ഈ സൗണ്ടിന് സ്വന്തം ഞാൻ മാത്രം. എൻ്റെ പേര് MS പൂണിത്തറ.
ചേട്ടാ സമയം എത്രയായി?